അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഊണിലേക്ക് കിട്ടുന്ന ഒരു അടിപൊളി തേങ്ങ അരച്ച മീൻകറിയില്ലേ, അതിൻ്റെ കുറച്ച് ടിപ്പുകളിലൂടെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ഫിഷ് ഫ്രൈ അതും സ്പെഷ്യലാണല്ലേ. അതൊക്കെ നമ്മളിപ്പം ആ രണ്ട് റെസിപ്പിയാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. രണ്ടും നമ്മൾ അയില മീനിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉലുവ കൂടുതലും കടുക് കുറച്ചും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു വലിയുള്ളി കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് 4 or 5 വേണം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, ഉലുവ കൂടുതൽ എടുക്കുക. രണ്ടാമത്തെ ടിപ്പായിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. നമ്മൾ പൊടികളൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും പൊടികളായാലും ഇൻഗ്രീഡിയൻസ് ആയാലും കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് അടിപൊളി ഒരു കറി കിട്ടും. നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളിയും ഉള്ളിയൊന്ന് വഴറ്റി വരാൻ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. ഇട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കും ആകെ ഒരു 1/2 ടീസ്പൂണോളം, അത്ര തന്നെ ഉണ്ടാവില്ല, നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മാത്രം ഇടാക്കുക. അതിൻ്റെ കുത്തൽ ടേസ്റ്റ് ഒരിക്കലും വരരുത്. ഒരു ചെറിയ പ്ലെയിൻ ഫ്ലേവറാണ് കേട്ടോ വരേണ്ടത്. അപ്പം അതുകൂടി ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ അത് വയലാൻ വെച്ചതിന് ശേഷം 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു സാധനവും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വെറുതെ ഇങ്ങനെ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ 4ാമത്തെ ടിപ്പ് കേട്ടോ, അരപ്പ് നന്നായിട്ട് അരക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ചതച്ചതും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്നിങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, നമ്മളെ കറിക്കൊരു യെല്ലോ കളർ കിട്ടാനും വേണ്ടിയിട്ടോ. നമ്മൾ തേങ്ങ അരച്ച് പാരുന്നത് കൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ മുളകും പൊടി പേരിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ അടുത്ത ടിപ്പ് കേട്ടോ. നമ്മൾ മുളകും പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ കുറേ ഇടുന്നില്ല, ഈ ഒരു പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രം ആഡ് ചെയ്യുക കേട്ടോ, കൂടുതൽ വേണ്ട. അതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടത് ഒഴിച്ചു കൊടുക്കുക. പുളി കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. നമ്മൾ സാധാ മുളകിട്ടതിലേക്ക് എടുക്കുന്നതിലേറെ കൂടുതൽ എടുക്കുക. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലേറെ എടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. നിങ്ങൾക്ക് എത്ര കറി വേണോ അത്ര തന്നെ വേണ്ട, അതിൻ്റെ പകുതി ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ ഒരു പുളി പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. അതിന് മുമ്പ് നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനൊരു 3 അയിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കറിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീൻ മതി കേട്ടോ. മീനിൻ്റെ ഫ്ലേവർ ഉണ്ടാവും, കുറേ പീസസ് ഇങ്ങനെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഒരു 2 or 3 മിനിറ്റ് തെളിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ആഡാക്കുക. ഞാൻ ഇവിടെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് കേട്ടോ. നമ്മൾ മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് അധികം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നതാണ് നമ്മുടെ കറിക്ക്. എന്തായാലും നമുക്ക് ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് വന്നാൽ ഷുവറായിട്ടും ഹോട്ടൽ ടേസ്റ്റിലുള്ള മീൻ കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഇതിൻ്റെ ഒരു ഫാൻസാണ്. അപ്പം ഞാൻ ഇത് പഠിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ കുഞ്ഞാമാൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞാനും അനിയത്തിയാളൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ ഉമ്മാനോട് ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്നൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് നന്നായിട്ട് തിളക്കുക. ഞാനിപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട്, പക്ഷെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് തിളച്ചാലും പ്രശ്നമില്ല. നമ്മൾ കറി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് സാധാരണ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുക, പക്ഷെ ഞാൻ കുറച്ച് തിക്കാക്കി എന്ന് മാത്രം.
ഈ ഒരു ചോറ് കഴിക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ ഒരു കറി നിങ്ങൾ ഈ ഒരു മെത്തേഡ്സിലൂടെ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളകാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് ആഡ് ആക്കുന്നത്. അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഉള്ളവർ ആ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. ഞാനിതിൽ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറിലും ഇതിലും കിട്ടിയാലല്ലേ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. നമ്മൾ ഔട്ട്പുട്ട് കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കളർ ആഡ് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് വിനിഗറാണ് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. അത് നമ്മൾ അത്യാവശ്യം കൂടുതൽ ഇപ്പം ഈ ഒരു മസാല ക്രീമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ എന്തായാലും അത് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഒരു മെയിൻ കാര്യമാണ്. അത്യാവശ്യം പുളിയിലും അതേപോലെ കോൺഫ്ലവറും കളറുമാണ് നമ്മുടെ പുറത്തുനിന്ന് കഴിക്കുന്ന മീൻ പൊരിയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി കായപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഇവിടെ ഇഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയത് ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യാറുള്ളൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ ഒരു ഇത്തിരി കറിവേപ്പില കൂടി അരച്ചെടുക്കണമായിരുന്നു. പക്ഷെ ഞാനതെന്താണെന്ന് വെച്ചാൽ കറിക്ക് കൂടി വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അത് സെപ്പറേറ്റ് അരച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഒന്ന് നുറുക്കിയിട്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് എടുത്തിട്ടുണ്ട്. ഒരു 2 എണ്ണം ഞാനിങ്ങനെ തല അവിടെ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹോട്ടൽ ടച്ച് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. ബാക്കിയൊക്കെ ഞാൻ ഓർമ്മയില്ലാണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അയല നന്നാക്കി എടുക്കുമ്പോൾ അപ്പോഴല്ലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അതേപോലെ തന്നെ നന്നായിട്ട് വരയൊക്കെ സ്കിന്നിലേക്ക് ഇറങ്ങണ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഓരോ മീനെടുത്തിട്ടും അതിൻ്റെ തലയുടെ ഭാഗത്തും അതേപോലെ വരകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നല്ല പുളിയും ഒക്കെ ഉള്ളൊരു മസാല ആയതുകൊണ്ട് തന്നെ വേഗം ഉപ്പും പിളിയൊക്കെ പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാം. നിങ്ങൾ കൈയാണെങ്കിൽ ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഉച്ചക്കൊക്കെയുള്ള ഫുഡായതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതേപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല തേച്ച അയിലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ വ്യൂ ഒന്ന് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത്ര കളറൊക്കെ അത് വെയിലടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പൊരിച്ചതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ ഈ അയലപ്പൊരിയും അതുപോലെ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് ഈ 2 വിഭവങ്ങൾ മാത്രമേ മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി കോമ്പിനേഷനായിരുന്നു. എക്സാക്റ്റ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. അതിനെന്ത് വേണം? ആദ്യം നിങ്ങളിത് പോയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.